വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാഹ്, അവൻ ദുർമാർഗിയാണ്, അവൻ വഴിപിഴച്ചവനാണ്, കള്ളവാദിയാണ്. അങ്ങനെയാണെങ്കിലോ ഫനുസുലും മിൻ ഹമീം, അവന് നരകത്തിലെ ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമാണ്. ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം, മരിക്കുന്ന സമയത്ത് തന്നെ അവൻ നരകത്തിലെ കരിയൽ അനുഭവിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതി അതില്ലാതിരിക്കുന്നില്ലല്ലോ. അള്ളാഹു തന്നെയല്ലേ പറഞ്ഞത്, മരിക്കുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, നിങ്ങൾ നോക്കുന്നവനോ നിങ്ങൾ കാണുന്നു, പക്ഷേ നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾ അയാളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മരിക്കുന്ന സമയത്ത് ഒന്നുകിൽ സ്വർഗാനുഭവം അല്ലെങ്കിൽ നരകാനുഭവം. അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷമുള്ളതല്ല, എപ്പോഴാണോ മരണം അപ്പോഴുള്ളതാണ്. അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അത് വലിയ വിഷയമാണ്. ഇനിയോ, ഇനി ഖബറുണ്ടല്ലോ, അതും ഒന്നുകിൽ എങ്ങനെയാണ്, ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ അത് സ്വർഗത്തിലെ തോട്ടങ്ങളിലെ ഒരു തോട്ടമാണ്, ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ അത് നരകാഗ്നിയിലെ ഒരു കുണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലെ അനുഭവങ്ങൾ, ഖബർ യാത്രക്കിടയിലെ ഒരു വീട് എന്ന എന്റെ CD വാങ്ങിയാൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ വിശദമായിട്ടാണ് അവിടെയുള്ള നരകാനുഭവങ്ങളെ സംസാരിച്ചത്. അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അവന്റെ അടുക്കലേക്ക് ഭീകര സ്വരൂപിയായി വളരെ ദുർഗന്ധപൂരിതനായി ഒരു ജീവി വരും. മനുഷ്യനൊന്നും ആയിക്കൊള്ളുന്നില്ല, ഒരു ഭീകര ജീവി വരും. ഖബീഹുൽ വജ്ഹി, മുഖം വളരെ മോശമാണ്. മുൻതിനുർ റീഹ്, ദുർഗന്ധപൂരിതനാണ്. ഖബീഹുസ് സിയാബ്, വസ്ത്രമൊക്കെ വളരെ മോശമാണ്. ഇയാളിങ്ങനെ വന്നിട്ട് ഈ ഖബറിലുള്ള ആളോട് പറയുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കല്ലേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബ്ശിർ ബിസഖത്തിൻ മിനല്ലാഹി വബിഅദാബിൻ അലീമിൻ മുഖീം. ഖബറിൽ അല്ലെങ്കിലേ ബേജാറായിരിക്കും. അപ്പോഴാണ് ഇയാൾ വന്ന് പറയുന്നത്, പടച്ചോനെ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ എത്ര നിസ്സാരായിട്ടത് പറയുന്നത് അല്ലേ. പഴയ കാലത്തുള്ള ഉസ്താദുമാരൊക്കെ ഇത് പറയാൻ കഴിയാതെ വിതുമ്പും, സദസ്സെല്ലാരും വിതുമ്പിപ്പോവും. കാരണം അത് ഉറപ്പുള്ള സംഗതിയാണല്ലോ. നാളെ നമ്മുടെ കാര്യം എന്താവും നമുക്ക് ഉറപ്പില്ലെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല. അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങനെയുള്ള ഖബറിലെ സമയത്താണ് ഈ ദുർഗന്ധപൂരിതൻ വന്ന് പറയുന്നത്, നിനക്ക് അള്ളാന്റെ ശിക്ഷ, അള്ളാന്റെ നരകം നിനക്കുണ്ടാവോടോ എന്ന് പറഞ്ഞ് വളരെ ക്രൂരമായി ഈ ഖബറാളിയോട് സംസാരിക്കുമ്പോ ഖബറാളി ചോദിക്കും, ഇവിടെ അല്ലെങ്കിലേ ഞാൻ ബേജാറായിട്ടിരിക്കുകയാണ്, നീ ആരാന്നറിയോ? അന അമലുക്കൽ ഖബീസ്, ഞാൻ നിന്റെ ചീത്ത പ്രവർത്തനങ്ങളാണ്, നീ കേട്ട ദുഷിച്ച കാര്യങ്ങളാണ്, ഉമ്മയോട് നീ പറഞ്ഞ ദുഷിച്ച സംസാരങ്ങളാണ്, പിതാവിനോട് നീ കാണിച്ച അവഗണനയാണ്, ഭർത്താവിനോട് നീ കാണിച്ച നന്ദികേടാണ്, ഭാര്യയോട് നീ കാണിച്ച വിശ്വാസവഞ്ചനയാണ്. എല്ലാം ഇതാ അല്ലാഹു തആല എന്നെ ഈ രൂപത്തിലാക്കിയിട്ട് നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ഈ രൂപം ഇവനെ നന്നായിട്ടടിക്കുകയും, ഹദീസിൽ കാണാം ഒരൊറ്റ അടിയുണ്ടല്ലോ, ആ
ആ അടിയെങ്ങാനും ഒരു മലയുടെ മുകളിൽ അടിച്ചാൽ ആ മല മുഴുവൻ പൊടിയായി പോകുമെന്ന ഹദീസിൽ കാണുന്നത്. അടിയൊക്കെ കഴിഞ്ഞ് ഉറക്കെ അങ്ങ് വിളിച്ചു പറയുകയാണ്, അനിഫ്റുശൂലഹു ലൗഹൈനി മിന്നാർ. നീ മനുഷ്യന് ഇങ്ങനെ വെറുതെ കിടക്കേണ്ടവനല്ല, നരകത്തിൽ നിന്ന് 2 പലകകൾ കൊണ്ടുവരും. ആ പലകകൾ രണ്ടും ഇവനെ നരകത്തിൽ വെച്ച് കരിക്കൂ എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. തന്നെയുമല്ല, അനിഫ്തഹൂ ലഹു ബാബം മിന്നാർ. നരകത്തിലെ ഒരു കവാടം ഈ മനുഷ്യന് തുറന്നു കൊടുക്കൂ എന്ന് മലക്കുകൾ പറയുമെന്ന് അദരവ എന്ന് ആ ചീത്ത പ്രവർത്തനത്തിലായി വന്ന ആ രൂപം പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മനസ്സ് കണ്ടൊരു ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഒന്നുകൂടെ മനസ്സറിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അപ്പോൾ ഖബറിൽ നിന്നും നരകാനുഭവം, തീ വരും, അവിടെ നരകത്തിലെ തീ അനുഭവിക്കേണ്ടി വരും. ഇനി വിചാരണയാണെങ്കിലോ അവിടെ ഇതിനേക്കാൾ കഠിനമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലല്ലേ അവര് പറയുന്നത്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അങ്ങനെയാ പറയുന്നത്. ഖബറിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോ അതുവരെ അനുഭവിച്ച ശിക്ഷയൊന്നും ഒന്നുമല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അവൻ പറയുന്നത് എന്താ, യാ വൈലനാ, നാശമേ, കഷ്ടമേ, മൻ ബഅസനാ മിൻ മർഖദിനാ. ആ ശിക്ഷ കാണുമ്പോ അവൻ കരുതുകയാണ്, ഇതുവരെ ഞാൻ ഉറങ്ങുകയായിരുന്നുവെന്ന്. ആരാ ഞങ്ങളെ ഈ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? സൂറത്ത് യാസീനാണ്. ഇപ്പോഴോ നല്ലവര് പറയും അത് ഉറങ്ങുകയായിരുന്നില്ല. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അല്ലാഹുവേ, ഈ കണ്ണിയത്ത് ഉസ്താദിന്റെ നഗരിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കെല്ലാവരെയും അങ്ങനെ പറയുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണേ നാഥാ. അതാണ് വിചാരണയുടെ വേള എന്നുള്ളത്. ബേജാറ് പോയ കാലാണ്, പേടില്ലാത്ത കാലാണ്. മറുപടി പറയാം, ആൾക്കാരുടെ മുമ്പിൽ അതേ പേടിയുള്ളൂ. പോലീസിന്റെ മുമ്പിൽ പേടിയാണ്, ജനങ്ങളുടെ മുമ്പിൽ പേടിയാണ്. എന്നാൽ അല്ല പറയുന്നത് കേൾക്കൂ നിങ്ങൾ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസ് ഇല്ലാ സമിഅ്തുമൂഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. അല്ലാഹ് പറയാണ്, മനുഷ്യ നമ്മുടെ ഒക്കെ അവസ്ഥയായി പറഞ്ഞത്. ഇതെന്നെ കുറിച്ചാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. എന്താ പറഞ്ഞത്? ജനങ്ങൾക്കിതാ വിചാരണ വരാൻ പോകുന്നു. റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ട, നരകം കൺമുൻപിൽ കാണിച്ചുകൊണ്ട് ഉത്തരം പറയേണ്ട, അല്ലെ? നരകം ഇങ്ങനെ കൺമുമ്പിൽ കാണുകയാണ്. അതാ വന്നിരിക്കുന്നു നരകം. യുക്താബി ജഹന്നം. അന്ന് നരകത്തെ കൊണ്ടുവരുന്നു. ബിസബ്ഈന അൽഫി സിമാം. മഹ്ശറിലേക്ക് 70,000 കൊളുത്തുകളുമായി കൊണ്ടുവരികയാണ്. മഅ കുല്ലി സിമാമിൻ 70,000 മലക്. എല്ലാ കൊളുത്തുകളോടെയും എല്ലാ കൊളുത്തിന്റെ കൂടെയും 70,000 മലക്കുകളുണ്ട്. അത് വലിയ അട്ടഹാസവുമായി, വലിയ ബേജാറുമായി, വലിയ വിളിയാളവുമായി നരകം ഇങ്ങനെ വരുമ്പോൾ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. യഖൂൽ, അവൻ പറയുകയാണ്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. പടച്ചോനെ, ഞാൻ നല്ലത് വല്ലതും മുമ്പേ ചെയ്തിരുന്നുവെങ്കിൽ അല്ലാ. അതാണ് അല്ലാഹ് പറയുന്നത്. ദാവാനായിരിക്കുന്നു ഈ സമയം, ദാവാൻ അടുത്തിരിക്കുന്നു. പക്ഷേ
വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അവരൊക്കെ അശ്രദ്ധയിലാണ്. അവർ ഫൈനൽ കാണാൻ കാത്തിരിക്കുകയാണ്. അവർ 2 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവരാരാണ് കൂടുതൽ ഗോളടിക്കുന്നത് എന്ന് നോക്കാൻ കാത്തിരിക്കുകയാണ്. അവർ റിയാലിറ്റി ഷോകളുടെ മുമ്പിലാണ്. അവർ ഗാനമേളകളുടെ മുമ്പിലാണ്. അവർ അനാവശ്യമായ സംസാരത്തിന്റെ മേലിലാണ്. മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുന്നതാണ്. അല്ലാഹുവിൽ നിന്ന് എന്തൊരു ഉപദേശമാണോ അവർക്ക് വരുന്നത്, വഹും യൽഅബൂൻ, അവർക്ക് കളി, വിനോദം, തമാശ, ഇതല്ലാതെ എന്താണുള്ളത്? അല്ലേ? നമ്മൾ അത് പേടിക്കണം. അവിടെ ഒന്നുകിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകമാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ കാണുന്ന സമയമാണ്. എന്നാലോ നേരെ തിരിച്ചും, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, എന്ത് തെറ്റുണ്ടെങ്കിലും അതും കാണുന്ന സമയമാണ്. അല്ലാഹു അതൊക്കെ പൊറുക്കുവാൻ നമുക്ക് നമ്മിൽ നിന്ന് അല്ലാഹു തആല അതൊക്കെ പൊറുത്തു തരുമാറാകട്ടെ. വിചാരണയുടെ വേള, സ്വർഗാനുഭവങ്ങൾ. ആരുടെ തുലാസാണോ അള്ളാഹുവിന്റെ മുമ്പിൽ കനം തൂകുന്നത്, അവൻ അവൻ നല്ല സുഖകരമായ ജീവിതത്തിലാണ്. എന്നാൽ ആരുടെ തുലാസാണോ നിസ്കാരമില്ല, നോമ്പില്ല, സ്വതക്കയില്ല, സൽക്കർമ്മമില്ല, സത്യം പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരുടെ തുലാസാണോ കനം കുറഞ്ഞു പോകുന്നത്, പിന്നെ അവന് വലിയ നരകമാണ്. കത്തിജ്വലിക്കുന്ന തീഗോളങ്ങളുടെ വലിയ കേന്ദ്രമായ നരകമാണ്. മനുഷ്യരെ, നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് പോലെയല്ല നരകം. ആ നരകമാണ്. എന്തൊരു രംഗായിരിക്കും അല്ലേ? മനുഷ്യന്മാർക്ക് ഓർക്കാൻ പോലും കഴിയില്ല എന്നാണ്. മലക്കുകൾ ഇങ്ങനെ തള്ളുന്നു, പിടിക്കുന്നു, വലിക്കുന്നു, തീ കൊണ്ടുള്ള കുപ്പായം അണിഞ്ഞിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് അല്ലേ? ആളുകൾ ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നു. സൂറത്തുൽ ജാസിയ, ആ സൂറത്തിന്റെ പേര് തന്നെ മുട്ടുകുത്തിയിരിക്കുന്ന അവസ്ഥ എന്നാണ്. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയതം മിനൽ ഹൗൽ. എന്ത് ഭയങ്കര ഷോ ആയിരിക്കും അല്ലാഹ് മഹ്ശറിൽ കൊണ്ടുവരിക. മലക്കുകള്, ഭീകരന്മാര്, സ്വർഗം, നരകം, ഇങ്ങനെ സാക്ഷികളെല്ലാം അല്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമുക്കെന്തൊക്കെ നന്മയാണ് അള്ളാന്റെ മുമ്പിൽ പറയാനുണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഒരിക്കൽ തലവെച്ചുറങ്ങുകയാണ് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലു ഉറക്കെ. ഈ സദസ്സിന്റെ ഒരു ശക്തിയായി, ഈ സദസ്സിന്റെ ഒരു പ്രതിഫലമായി, ഈ സദസ്സിന്റെ ഒരു നേട്ടമായി നിങ്ങളുടെ ചുണ്ടുകളിലൂടെ വരുന്ന സ്വലാത്ത് ഉണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ മുഹമ്മദ് മുസ്തഫ. മടിയിൽ തലവെച്ചുറങ്ങുക. അപ്പോഴോ ഫനഇസ, റസൂലുള്ളാഹി കുറച്ചു നേരം ഉറങ്ങിപ്പോയി. ആയിഷ ബീവിയോ ഫദക്കറത്തിൽ ആഖിറ, അവര് പെട്ടെന്ന് അല്ലാഹുവിന്റെ പരലോകം അങ്ങ് ഓർത്തുപോയി. അവിടെ പോയി നിൽക്കേണ്ടത്, റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടത്, ഹുഫാത്തൻ ഉറാത്തൻ ഉർല, അതങ്ങ് ആലോചിച്ചു പോയി. ഫബക്കത്, അവര് കരഞ്ഞുപോയി. നമുക്കേ ബേജാറില്ലാത്തുള്ളൂ. ആയിഷ ബീവി കരഞ്ഞുപോയി. ഹത്താ സാലദം ഉഹാ ഫനതഖ ഫനഖത അലാ ഖദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ ഒഴുകിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് വന്നങ്ങ് വീണു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഉണർന്നു. ഫന്തബഹ, അവിടുന്ന് ഉണർന്നു. എന്നിട്ട് ചോദിച്ചു, മാ യുബ്കീകി യാ ആയിഷ, എന്തിനാണ് ആയിഷ നീ കരയുന്നത്? നബിയേ, ദക്കർത്തുൽ ആഖിറ, ഞാൻ പരലോകം ഓർത്തുപോയി നബിയേ. ഞാൻ മഹ്ശർ ഓർത്തു, ഞാൻ വിചാരണയോർത്തു, ഞാൻ നരകമോർത്തു, ഞാൻ സിറാത്ത് പാലമോർത്തു.
അല്ലാഹുവേ റസൂലേ അവിടുന്ന് ചോദിക്കുകയാണ് നബിയേ ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. അന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖി, വാപ്പാരൊന്ന് ഓടിപ്പോകും അല്ലേ, എല്ലാരും ഓടിപ്പോകും, എല്ലാവരും സ്ഥലം കാലിയാക്കും. വസ്വാഹിബതിഹി വബനി, എല്ലാവരും ഓടിപ്പോയി, എല്ലാവരും അകന്നകന്നു പോകുമ്പോ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു നബിയേ അന്ന് നിങ്ങൾ എന്നെ ഓർക്കുമോ യാ റസൂലല്ലാഹ്? ഇല്ല ആയിഷ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ്. അമ്മാ ഫീ സലാസി മവാത്തിൻ, 3 സ്ഥലങ്ങളിൽ വെച്ച് ലാ യദ്കുറു അഹദുൻ ഇല്ലാ നഫ്സ, ആരും സ്വന്തത്തെ ആലോചിക്കുള്ളൂ, ആരും എല്ലാവരും അവനവന്റെ കാര്യമേ ആലോചിക്കുകയുള്ളൂ. ഒന്ന് ഇദാ വുളിഅത്തിൽ മവാസീനു ബിയദിഹി, ഇദാ വുളിഅത്തിൽ മവാസീൻ വഉസിനത്തിൽ അഅമാൽ. ഒന്നാമത്തെ സ്ഥലം ഏതാന്നറിയോ? നന്മയും തിന്മയും തുലാസിൽ വെച്ച് തൂക്കുന്ന സമയമാണ്. നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന തുലാസല്ല മുഅ്മിനീങ്ങളെ, ആകാശഭൂമികൾക്കിടയിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ വിസ്താരമുള്ള വലിയ തുലാസാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഏതൊരാൾക്കും ബേജാറായിരിക്കും. എന്ത്? അയഖിഫു മീസാനു, അത് കനം കുറയുമോ? അം യസ്ഖുലൂ, അതല്ല അത് കനം തൂങ്ങുമോ? ഒരാൾക്കും വേറൊരാളെ ഓർക്കാൻ കഴിയില്ല. പിന്നെയോ വഇൻദ സിറാത്ത്, മറ്റൊന്ന് സിറാത്ത് പാലത്തിന്റെ അവിടെയാണ്. എന്താ വിചാരിക്കുക? താഴേക്ക് കൊഴിഞ്ഞു വീഴോ? അതല്ല സ്വർഗത്തിലേക്ക് പോകുമോ? ഹത്താ എന്നതുപോലെ തന്നെ മൂന്നാമത്തേത് വഇൻദ സുഹഫി, അവന്റെ കിതാബുകൾ അവനിലേക്ക് നൽകപ്പെടുമ്പോഴാണ്. വഇൻദ സുഹഫി, അവനിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുമ്പോഴാണ്. അതവന് വലത്തെ കയ്യിൽ കിട്ടുമോ അതല്ല ഇടത്തെ കയ്യിൽ കിട്ടുമോ? അങ്ങനെ 3 സമയത്താണ് ഒരു മനുഷ്യൻ വേറെ ഒരാളെയും ഓർക്കാതെ തന്റെ കാര്യത്തിൽ മാത്രം ബേജാറാകുന്ന സമയമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നമ്മൾ ഇവിടുന്ന് എന്താ വിചാരിച്ചത്? കാണുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ റബ്ബ് ഇതൊന്നും അവൻ രേഖപ്പെടുത്തൂല എന്ന് വിചാരിക്കുന്നുണ്ടോ? ആരും കാണാതെ ഒറ്റക്ക് ചെയ്തതാണ്. അല്ലാഹ് പറയുകയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലാ. ചിന്തിക്കണം, അല്ലാഹു ഒരു ശ്രദ്ധയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ കരുതല്ലേ. അല്ലാഹു തആല ഗാഫിലാണ്, ശ്രദ്ധയില്ലാത്തവനാണ്. ഇതൊന്നും പടച്ചോൻ കാണുന്നുണ്ടാവില്ല. ഈ കോടാനക്കോടിക്കണക്കിന് ആൾക്കാർക്കിടയിൽ എന്നെ മാത്രമായിട്ട് എങ്ങനെ പിടിക്കാൻ? ഇങ്ങനെ നിങ്ങൾ കരുതല്ലേ. അമ്മാ യഅമലുദ്ദാലിമൂൻ, കുറ്റവാളികൾ ചെയ്യുന്നതിനെ തൊട്ട് അല്ലാഹു അശ്രദ്ധവാനാണെന്ന് നിങ്ങൾ കരുതല്ലേ. പടച്ചവൻ അവർക്ക് ഇങ്ങനെ പിന്തിപ്പിച്ചു കൊടുത്താണ് കുറച്ച് സമയം. നമ്മളൊക്കെ ശിക്ഷ വരികയാണെങ്കിൽ വരേണ്ടതാണല്ലോ, ഞാൻ പെടേണ്ടതാണല്ലോ. അങ്ങനെയൊന്നും കരുതിയിട്ട് കാര്യമില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സ്വാർ, കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ പിന്തിപ്പിച്ചിരിക്കുകയാണെന്ന് ആദരവായ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്. നോക്കണം, നിങ്ങൾ ഒന്നുകൂടെ ബേജാറാകേണ്ടവരാണ്. അല്ലാഹു തആല പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നഹു യൗം, അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ അതൊരു ദിവസമാണ്. എന്താ ദിവസത്തിന്റെ പ്രത്യേകത?
യുനാദില്ലാഹു ഫീഹി ആദം, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ വിളിക്കും. എന്നിട്ടോ ഫയഖൂൽ, ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, ഖും യാ ആദം, അല്ലയോ ആദമേ നിങ്ങൾ എഴുന്നേൽക്കൂ, അല്ലയോ ആദമേ നിങ്ങൾ എഴുന്നേൽക്കൂ. ഫബ്അസ് ബഅസന്നാർ, നരകവാസികളായ ആളുകളെ, നരകവാസികളായ ആളുകളെ നിങ്ങൾ, നരകവാസികളായ ആളുകളെ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകവാസികളായ ആളുകളെ നിങ്ങൾ നരകത്തിലേക്ക് എടുക്കുക. ഫബ്അസ് ബഅസന്നാർ. അപ്പൊ ആദം നബി അലൈഹിസ്സലാം ചോദിക്കും മുഅ്മിനെ, കം ബഅസുന്നാർ, എത്രയാണ് അല്ലാഹുവേ എന്റെ മക്കളിൽ നിന്ന് ഞാൻ നരകാവകാശികളിലേക്ക് എടുത്തു വെക്കേണ്ടത്? മുഅ്മിനെ, ഇത് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് നിവേദനം ചെയ്ത ഹദീസാണ്, സംശയിക്കേണ്ട ഹദീസല്ല. മിൻ കുല്ലി അൽഫിൻ, എല്ലാ 1000-ൽ നിന്നും 999 ആളുകൾ, ഒരാള് സ്വർഗത്തിലേക്കും മറ്റു 999 ആളുകൾ നരകത്തിലേക്കും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പണി എന്തിനാണ്? എന്തിനാ നമ്മൾ ഇങ്ങനെ വഅദ് പറയുന്നത്? എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എന്തിനാ നമ്മൾ റമദാനിൽ നോമ്പെടുക്കുന്നത്? ആ ഒരാളാകുവാനാണ്, 1000-ൽ ഒരുവനാകുവാനാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില ആളുകൾ ഒരാവശ്യമില്ല നരകത്തേക്ക് അങ്ങോട്ട് പോകും. നിസ്കരിക്കും ചെയ്യും, നോമ്പ് വൽക്കും ചെയ്യും, പക്ഷെ ഒരാവശ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും, പെടാൻ പാടില്ല. റസൂലുള്ള ചോദിച്ചു സ്വഹാബികളെ, ഹൽ തദറൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കിടയിൽ ആരാണ് പാപ്പരായ ആളെന്ന് നിങ്ങൾക്കറിയുമോ? ആരാണ് നിങ്ങൾക്കിടയിൽ പാപ്പരായ ആൾ, മുഫ്ലിസായ ആൾ ആരാണ്? അവരൊരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, മല്ലാ ദീനാറ വലാ ദിർഹം, ഞങ്ങൾക്കിടയിൽ പൈസ ഇല്ലാത്ത ആളാണ്, സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ ഇല്ലാത്ത ആളാണ്. എന്നാൽ അതല്ല, എന്റെ സമുദായത്തിൽ പാപ്പരായ ആളുകൾ ആരാന്നറിയോ? അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ പാപ്പരായ ആൾ, ഒന്നുമില്ലാത്തയാൾ, അന്ത്യദിനത്തിൽ അവനെ വിചാരണക്ക് വേണ്ടി കൊണ്ടുവരും. എന്താ അവന്റെ പ്രത്യേകത? ബിസ്വലാത്ത്, അവന്റെ കൂടെ നിസ്കാരമുണ്ട്, വസിയാമിൻ വസക്കാ, അവന് സക്കാത്തുണ്ട്, അവന് സ്വലാത്തുണ്ട്, അവന് സിയാമുണ്ട്, നോമ്പുണ്ട്. നമ്മെ പോലത്തെ ആളുകളെയൊക്കെ കൊണ്ടുവരും, ഇതൊക്കെ ഉണ്ടല്ലോ എന്നതുപോലെ. എന്നിട്ടോ അവന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിചാരണക്കെടുക്കും. അവന്റെ കുറച്ച് എതിരാളികളെ കൊണ്ടുവരും. അവൻ ഇന്നയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഔ അകല മാലഹാദ, ഇന്നയാളുടെ ധനം കഴിച്ചിട്ടുണ്ട്, ഇന്നയാളെ അവൻ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നയാളെ കുറിച്ച് അവൻ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ബേജാറാവേണ്ടത്. അല്ലാഹു തആല ആ ഒരു ബേജാറ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. കാരണം ഇതല്ലാതെ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇടയിൽ നിന്ന് പടച്ച തമ്പുരാൻ ആ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ, ആ മനുഷ്യന്റെ എല്ലാ സൽക്കർമ്മങ്ങളും ഇവർക്ക് കൊടുക്കും. ചീത്ത പറഞ്ഞോൻ ഇവന്റെ നിസ്കാരം കൊടുക്കും, ഗീബത്ത് പറഞ്ഞോൻ ഇവന്റെ നോമ്പ് കൊടുക്കും, അപ്രകാരം ഇവൻ ധനമപകരിച്ചവൻ ഇവന്റെ സ്വതക കൊടുക്കും. എല്ലാം കൊടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുമ്പോ നമ്മൾ വല്ലാതെ പേടിക്കേണ്ടവരാണ്. നമ്മൾ വിചാരിക്കും, ഞാൻ ആരാ കാശാതുന്നത്? അന്യന്റേത് അത് അതിർത്തി തോണ്ടിയിട്ടാണെങ്കിലും, അത് സഹോദരിയുടേതാണെങ്കിലും, അത് സഹോദരന്റേതാണെങ്കിലും, അത് സ്വത്ത് പരസ്പരം വീതം വെക്കുകയാണെങ്കിലും നമ്മൾ വല്ലാതെ അല്ലാഹുവിനെ പേടിക്കേണ്ടവരാണ്. കാരണം മഹ്ശറിൽ വെച്ച് തന്നെ 7 ഭൂമികൾ ഇവൻ എന്താണോ കൈവശപ്പെടുത്തിയത്, ആ ഭൂമി മുഴുവൻ അവന്റെ കഴുത്തിൽ അല്ലാഹു തആല ഒരു മാലയായി അണിയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. മുഅ്മിനെ, റസൂലുള്ള പറയുകയാണ്, അങ്ങനെ ഇവന്റെ സൽക്കർമ്മങ്ങൾ അവർക്ക് കൊടുക്കുന്നു.
കുറെ കഴിഞ്ഞപ്പോ സൽക്കർമ്മങ്ങ് തീർന്നു പോയാലോ ഉഖിദ മിൻ ഖത്വായാഹും ഫതുരിഹത് അലൈഹി. പിന്നെ ഇനി അവരുടെ വല്ല കുറ്റവും ഉണ്ടെങ്കിൽ അത് ഇവനങ്ങ് കൊടുക്കും. അവന്റെ നിസ്കാരം, നോമ്പ് ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. എന്നിട്ടോ ഫതുരിഹത് ഇലന്നാർ, അങ്ങനെ അവൻ നരകത്തിലേക്ക് ചെന്ന് നരകത്തിലേക്ക് ആപതിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇത് പറയാൻ അള്ളാന്റെ റസൂലിന് കഴിയില്ല മുഅ്മിനെ, ഇത് പറയാൻ കഴിയില്ല. റസൂലുള്ള ബോധം കെടുന്ന്. ഹബീബായ നബി ആരാണ്? സ്വർഗം താക്കോല് കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നയാളാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ, സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചോദിക്കുമ്പോ, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാൻ, അന്ത ഉമിർത്ത, നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാമല്ലോ എന്ന് അള്ളാഹുവിന്റെ മലക്ക് പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നരകത്തെ കുറിച്ച് പറഞ്ഞാൽ സദസ്സ് മുഴുവൻ കരഞ്ഞു പോകും. റസൂലുള്ള കരയുമെന്ന് മാത്രമല്ല, റസൂലുള്ള പലപ്പോഴും ബോധരഹിതനായി വീഴും. നമുക്കത് സാധ്യമാവണം. നമ്മൾ ബോധം കെട്ടില്ലെങ്കിലും ജീവിതത്തിൽ പലതവണയെങ്കിലും ഒന്ന് കണ്ണീരൊഴുക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവേ ഞാൻ കടക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സ് നിറഞ്ഞാൽ, ആരുടെയെങ്കിലും കണ്ണൊഴുകിയാൽ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ യലിജുന്നാർ മൻ ബകാ മിൻ ഖശിയത്തിന്നാർ, അല്ലെങ്കിൽ മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ പേടിച്ചുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നരകത്തെ ഭയന്നുകൊണ്ട് ആരെങ്കിലും കണ്ണീരൊഴുക്കിയാൽ, ആരെങ്കിലും കരഞ്ഞാൽ അവരെ പിന്നെ നരകം സ്പർശിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറയാണ്, റസൂലുള്ള പലപ്പോഴും നരകത്തെക്കുറിച്ച് പറയുന്നത് കാണുമ്പോ ഹത്താ തറഹംനാ അലൈഹി, നബിയോട് ഞങ്ങൾക്ക് കാരുണ്യം തോന്നാറുണ്ടായിരുന്നു. ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ കരയേണ്ടി വന്നത്. ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഹബീബ് ബോധം കെട്ട് വീഴേണ്ടി വന്നത്. ഒരു ദിവസം റസൂലുള്ള നരകത്തെ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞവിടുന്ന് പറഞ്ഞു, ആ 1000 കൊല്ലം നരകം കത്തിച്ചു. അത് ചുവന്നതും കറുത്തതും വെളുത്തതും ഒക്കെ പറഞ്ഞു. നരകത്തിന്റെ ഭീകരത മുത്ത് നബിയുടെ ആ നാവിൽ നിന്നിങ്ങനെ കേൾക്കുമ്പോ പെട്ടെന്നതാ ഫഇദാഹു റജുലുൻ മിനൽ ഹബശ, അബ്സീനിയക്കാരനായ ഒരു മനുഷ്യൻ ഫഖ്തഫ ബിൽ ബുകാ, അങ്ങ് അട്ടഹസിച്ചങ്ങ് കരഞ്ഞു, അങ്ങ് ബോധം കെട്ടു വീണു. എല്ലാവരും കൂടി, എല്ലാവർക്കും ഭയങ്കര സങ്കടം. കാരണം നബി പറഞ്ഞപ്പോഴേക്ക് ബോധം കെട്ട് വീണല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബോധം തെളിയാൻ കാത്തു നിൽക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ അടുക്കലേക്കതാ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലല്ലാഹ്, ആരാ നബിയെ അങ്ങയുടെ അടുക്കൽ ഇങ്ങനെ കരഞ്ഞു പോയ ആൾ? ആരാണങ്ങനെ കരഞ്ഞയാൾ? അവിടുന്ന് പറഞ്ഞു, റജുലും മിനൽ ഹബശ ഫമദഹു, അതിന്നാലിന്നെ എത്യോപ്യക്കാരനായ മനുഷ്യനാണ്. അങ്ങനെ ആ മനുഷ്യന്റെ ഗുണഗണങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ ഞാൻ അള്ളാന്റെ അടുക്കൽ നിന്ന് വരികയാണ്. അങ്ങയോടൊരു കാര്യം പറയാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചതാണ്. വഇസ്സതി വജലാലി വഅളമതി ഫൗക അർശി, എന്റെ സ്ഥാനമാണ്, എന്റെ മഹത്വമാണ്, അർശിന് മുകളിലുള്ള എന്റെ പ്രതാപമാണ്. മാ ബഖത് ഐനു അബ്ദിൻ ഫിദ്ദുനിയാ മിൻ മഖാഫത്തിന്നാർ, ആരെങ്കിലും ദുനിയാവിൽ വെച്ച് നരകത്തെ പേടിച്ചുകൊണ്ടൊന്ന് കരഞ്ഞു പോയാൽ എന്താ ഉണ്ടാവുക? ഇല്ലാ അക്സർതു ലഹികഹാ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് അവന് ചിരിക്കാനുള്ള, സ്വർഗ്ഗത്തിൽ വെച്ച് അവന് ചിരിയെ വർദ്ധിപ്പിക്കുവാനുള്ള അവസരം ഞാൻ നൽകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലമുണ്ട്. ആ പാലമാണ് സിറാത്ത് എന്നറിയപ്പെടുന്നത്, സിറാത്ത് പാലം. ഇതൊക്കെ പറയാൻ എവിടെ സമയം? ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് എത്ര കാലമായി മുഅ്മിനെ? സിറാത്ത് എന്ന പാലത്തിലൂടെ നടക്കേണ്ടതിനെ കുറിച്ച് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. അത് മുടിയേക്കാൾ നൈസായിരിക്കും, മുടിയേക്കാൾ നിസാരമായിരിക്കും, അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും. അതിന് മുകളിലൂടെ ചില ആളുകൾ കാറ്റെറിയുന്ന വേഗത്തിൽ പോകും, ചില ആളുകൾ മിന്നെറിയുന്നത് പോലെ പോകും, ചില ആളുകൾ കുതിരയുടെ മുകളിൽ പോകുന്നത് പോലെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്രിബുസ് സിറാത്തു ബൈന ളഹ്റാനൈ ജഹന്നം. നരകത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ടാണ് അല്ലാഹു തആല സിറാത്തിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഫഅന അകൂനു അവ്വല മൻ യുജീസു ബി ഉമ്മതിഹി മിനർ റുസുൽ. മറ്റുള്ള നബിമാരിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന് എന്റെ സമുദായവുമായിട്ട് ഞാനായിരിക്കും ആദ്യമായി ഈ മഹ്ശറിൽ നിന്ന് ഈ സിറാത്ത് പാലം വിട്ടുകടക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒന്ന് ഓർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയൂ. ഇത് പറയാനും ഇത് ഓർത്ത് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഓർക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിഫലം അത് വേറെ ഒരു വിഷയമാണ്. ഒരു ഹദീസ് മാത്രം ഞാൻ പറയുകയാണ്. റസൂലുള്ളാഹി പറയുന്ന, ഇമാം ഗസാലി തന്റെ ഇഹ്യയിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. യുഅ്താ ബിഹി യൗമൽ ഖിയാമ. കരഞ്ഞയാളെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ടോ കൊണ്ടുവരുമ്പോൾ ഇയാൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയാകണം. നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണല്ലോ. ഒരുപാട് ദോഷങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. ഫയുഅ്മറു ബിഹി ഇലന്നാർ. അങ്ങനെ ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുവരികയാണ്. നരകത്തിലേക്ക് ആ മനുഷ്യന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുമ്പോ അതാ ഫതതകല്ലമു ശഅറത്തും മിൻ ശഅറാത്തി ഐനൈ. അവന്റെ രണ്ട് കണ്ണിന്റെ രോമങ്ങളിൽ നിന്ന് ഒരു രോമം എഴുന്നേറ്റ് നിൽക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്, ഈമാനുള്ളവരോടാണ്. അല്ലാഹു നമുക്കിത് വിശ്വസിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രോമം അല്ലാഹുവിനെ വിളിക്കും, അല്ലാഹുവേ വറസൂലുക മുഹമ്മദുൻ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹ് മൻ ബകാ മിൻ ഖശ്യത്തിന്നാർ ഹറമല്ലാഹു തിൽകൽ ഐന അനിന്നാർ. നരകത്തെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ, അല്ലാഹുവേ റബ്ബേ പടച്ചവനെ, ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് നീ ഒഴിപ്പിച്ചു നിർത്തുമെന്ന് നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവേ ഇന്നി ബകൈതു മിൻ ഖശിയതിക. പടച്ചോനെ, ഞാൻ നിന്നെ പേടിച്ച് കരഞ്ഞയാളാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞാൻ നിന്നെ പേടിച്ച് കരഞ്ഞയാളാണ്, ഞാൻ നരകത്തെ പേടിച്ച് കരഞ്ഞയാളാണ് എന്നീ ഈ രോമം, കണ്ണിന്റെ രോമം അല്ലാഹുവിന്റെ മുമ്പിൽ വാദിക്കുമ്പോ ഫയഗ്ഫിറുല്ലാഹു ലഹു. അല്ലാഹു ആ മനുഷ്യനങ്ങ് പുറത്തു കൊടുക്കും. പിന്നെയോ വയസ്തഖ്ലിസുഹു മിനന്നാർ. അവനെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുകയും ചെയ്യും. ബിബറക്കത്തി ശഅറത്തിൻ വാഹിദ. ഒരൊറ്റ രോമത്തിന്റെ അനുഗ്രഹം കൊണ്ട്. കാനത്ത് തബ്കി മിൻ ഖശ്യത്തില്ലാഹി ഫിദ്ദുനിയ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ദുനിയാവിൽ വെച്ച് കരഞ്ഞത് കാരണം അല്ലാഹു സ്വർഗം നൽകുമെന്ന് മാത്രമല്ല, വയുനാദി ജിബ്രീൽ. ജിബ്രീൽ അവിടെ വെച്ച് വിളിച്ചു പറയുകയാണ്, നജാ ഫുലാനുൻ ബിശഅറത്തിൻ വാഹിദ. ഒരൊറ്റ മുടി കൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വെച്ച് വിളിച്ചു പറയുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയാണ് നരകവാസികൾ. എല്ലാം കഴിഞ്ഞു. അൽ ജന്നത്തു അവിന്നാർ. സ്വർഗത്തിലേക്കുള്ളവരങ്ങോട്ട്, നരകത്തിലേക്കുള്ളവരങ്ങോട്ട്. അങ്ങനെ അങ്ങായി കഴിഞ്ഞാൽ പിന്നെ മരണമില്ലല്ലോ.
മുഅ്മിനെ അവിടെ വെച്ച് അല്ലാഹു തആല മരണത്തിന്റെ പ്രതീകമായി ഒരാടിനെ കൊണ്ടുവരികയും സ്വർഗ്ഗനരകങ്ങൾക്കിടയിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് ആ നരകത്തിന്റെയും ഇടയിൽ വെച്ച് അല്ലാഹു മരണത്തെ അങ്ങ് വധിച്ച് കളയും, അറുത്ത് കളയുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ നരകം കാണുകയാണ്. ഒന്ന് പേടിക്കാൻ എന്തു മാർഗം? ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജ്വലിക്കുന്ന നരകം കാണുന്നവരാണ്. ثم لترونها عين اليقين, തീർച്ചയായും നിങ്ങൾ ദൃഢമായ കാഴ്ച കാണുന്നവരാണ്. ദൃഢമായ കാഴ്ച, ഒരു സംശയവുമില്ലാത്ത കാഴ്ച, ഒരു രക്ഷയുമില്ലാത്ത കാഴ്ച. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ എന്തെല്ലാമുണ്ട്? അവിടെ തേളുകളുണ്ട്, പാമ്പുകളുണ്ട്. എല്ലാ ശിക്ഷയും അല്ലാഹു ഖുർആനിൽ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുകയല്ലേ. റസൂലുള്ള പറയുകയാണ്, ഇന്ന അദ്നാ അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയുള്ള ആൾ അതാരാ? എന്താ അയാളുടെ ശിക്ഷ? യന്തഇലു ബിനഅലൈനി മിന്നാർ, നരകത്തിലെ തീ കൊണ്ടുള്ള 2 ചെരുപ്പ് അയാൾക്ക് ധരിപ്പിക്കപ്പെടും എന്നാണ്. എന്നിട്ടോ അതുകൊണ്ട് രക്ഷയില്ല. യുഗ്ലാ ദിമാഗുഹു മിൻ ഹറാറ, ചൂട് കാരണം തലച്ചോറിങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞത് നബിയുടെ പ്രിയപ്പെട്ട പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബിനെ കുറിച്ചാണ് എന്ന്. ആരാ? റസൂലിന്റെ സംരക്ഷകനായി, താങ്ങായി, തണലായി, ഒരു പിതാവിനെ പോലെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ വേളയിലും പൊന്നുമകനെ പോലെ വളർത്തിയ അബൂ ത്വാലിബ്, മുസ്ലിമാകാൻ സൗഭാഗ്യമില്ലാതെ പോയ അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനാണ് ഇത്രേ ഈ ശിക്ഷ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ ജഅഫറിന്റെ ഉപ്പയായ റളിയല്ലാഹു അൻഹുമാ, ഇവരുടെയൊക്കെ പിതാവായ നബിയുടെ പ്രിയപ്പെട്ട മൂത്താപ്പയായ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരനായ അബൂ ത്വാലിബിനാണ് ഈ ശിക്ഷ നൽകുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസുകളിൽ കാണാം, വ്യാഖ്യാനങ്ങളിൽ കാണാം. നമ്മൾ ആ രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്. ഇതൊക്കെ നമ്മോട് പറയുന്നതാ ഖുർആൻ. ഖുർആൻ നമ്മൾ ഓതേണ്ടതാണ്. ഇവിടുന്ന് ആരാ? എന്താ അവൻ്റെ ഒരു അഹങ്കാരം? നമ്മൾ ആരാന്ന് തീരെ അറിയാത്ത ആളുകൾ നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരോട് നമ്മൾ പറയാറുള്ളത് തന്നെ ഞാൻ ആരാന്ന് നിനക്കറിയില്ല എന്നതാണ്. അങ്ങനെയുള്ള നമ്മളുണ്ടല്ലോ. ഇവിടെ വെച്ച് ചെയ്തതിന് മുഴുവൻ അവിടെ വെച്ച് കിട്ടുന്ന ഒന്ന് അല്ലാഹു പറയുകയാണ്, വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്. അന്ന് കുറ്റവാളികളായ ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും നബിയേ. മുഖർറനീന ഫിൽ അസ്ഫാദ്, അവർ ചങ്ങലകളിൽ കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയവരായിരിക്കും. പിന്നെയോ സറാബീലുഹും മിൻ ഖത്റാൻ, അവരുടെ വസ്ത്രം തീപ്പന്തങ്ങളായിരിക്കും. ഇവിടുന്നവർ വലിയ ടൈറ്റ് ഫിറ്റ് ജീൻസ് ഇട്ടവരായിരുന്നു. ഇവിടുന്നവർ ഔറത്ത് വെളിവാക്കി നിസ്കരിച്ചവരായിരുന്നു. ഇവിടുന്നവർ നിഷിദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നരകത്തിൽ നിന്നല്ല മഹ്ശറിൽ നിന്ന് തന്നെ അല്ലാഹു തആല നരകത്തിന്റെ വസ്ത്രം നൽകുമെന്നല്ലേ പറഞ്ഞത്? സറാബീലുഹും, അവരുടെ വസ്ത്രം മിൻ ഖത്റാൻ, അവർക്ക് തീപ്പന്തം കൊണ്ടുള്ള വസ്ത്രമാണ്. വതഗ്ശാ ഉജൂഹഹുമുന്നാർ, അവരുടെ മുഖമിങ്ങനെ തീ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, നല്ല സംസ്കാരത്തിലേക്ക് കടന്നു വരണം. ഔറത്ത് മറക്കാൻ പഠിക്കണം. നിസ്കരിക്കുമ്പോ ഔറത്ത് വെളിവാകുന്നത് ശ്രദ്ധിക്കണം.
അന്യന്റെ ഫാഷൻ നമ്മൾ സ്വീകരിക്കരുത്. ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരമോ ക്രിക്കറ്റ് താരമോ സിനിമാ താരമോ ഏതെങ്കിലും ആഭാസത്തിന്റെ വസ്ത്രം വരുമ്പോഴേക്ക് നമ്മൾ ധരിക്കരുത്, മക്കളെ ധരിപ്പിക്കരുത്, യുവാക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ വസ്ത്രം ധരിച്ചവൻ വരുമ്പോ നമ്മളതിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. നമ്മൾ പറയും നന്നായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ. അത് അത്തരം സംസ്കാരങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ എന്തു പറയാനാ? മിഅ്റാജ് കഴിഞ്ഞു വന്നിട്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ഇത്വലഅതു അലന്നാർ, നരകത്തിലേക്ക് ഞാൻ എത്തി നോക്കിയപ്പോ ഫറഅയ്തു അക്സറ അഹ്ലിഹാ മിനൻ നിസാ, ഞാൻ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. മൗരിലെ കണ്ണിയത്ത് ഉസ്താദിന്റെ ഓർമ്മയിലുള്ള ഈ സദസ്സിലിരിക്കുന്ന സഹോദരിമാരെ, നരകവാസികളായി അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്. സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം നരകത്തിന്റെ അവകാശികളാണ്. ലമ്മറഹുമ, അവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്റെ കാലത്ത് അവരില്ല, അവർ വരാനുള്ളവരാണ്. രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം അക്രമികളായ ഭരണാധികാരികളാണ്, രണ്ടാമത്തെ വിഭാഗം വനിസാ, പെണ്ണുങ്ങളാണ്. പെരുന്നാളാവുമ്പോ ടെക്സ്റ്റൈൽസുകളിലേക്ക് പോകുമ്പോ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വസ്ത്രം എടുപ്പിച്ചു കൊടുക്കുമ്പോ ഔറത്ത് മറയ്ക്കാതെയുള്ള വസ്ത്രം നിങ്ങൾ എടുപ്പിച്ചു കൊടുക്കാൻ ധൈര്യപ്പെടുമ്പോ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. മായിലാത്തുൻ മുമീലാത്ത്, മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലയിൽ മുടി ചുരുട്ടി കെട്ടിവെച്ചവരാണവർ. അള്ളാഹുവിന്റെ റസൂൽ നരകത്തിലാണെന്ന് മാത്രമല്ല പറഞ്ഞത്, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല, വലാ യജിദുന റീഹഹാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് കിട്ടില്ലല്ലോ. ഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം വർഷങ്ങളുടെ വഴിദൂരം അടിച്ചു വീശുന്ന സുഗന്ധമാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഈ പറയുന്നത് നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പറയുന്നത് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ, എന്നാണ് പരിശുദ്ധ ഖുർആൻ.